ഏവർക്കും ക്രിസ്മസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വിദ്യാർത്ഥികളും ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. മാത്തമാറ്റിക്സ് സബ്ജക്റ്റിന്റെ എക്സാമിനേഷൻ നാളെയാണ്. ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഒരു അവസാന വട്ട ഒരുക്കം എന്ന രീതിയിൽ ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും ഇക്വേഷൻസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകും, യാതൊരു സംശയമില്ല. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് ആൻഡ് ഇക്വേഷൻസ്. ഫസ്റ്റ് വൺ, a relation R in a set A is said to be reflexive if a comma A element of R for all A element of A. എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ? എ എന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും അതിനോട് തന്നെ ബന്ധമുണ്ടായിരിക്കണം. എവരി എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ ബന്ധമുണ്ടെങ്കിൽ ആ റിലേഷനെ നമ്മൾ എന്ത് പറയും? റിഫ്ലെക്സീവ് എന്ന് പറയും. Okay, second one, a relation R in a set A is said to be symmetric if ordered pair A comma B element of R implies ordered pair B comma A element of R. ഒരു റിലേഷൻ സിമെട്രിക് റിലേഷൻ എന്ന് പറയണമെങ്കിൽ ആ റിലേഷനകത്ത് എ കോമ ബി എന്ന ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ തിരിച്ച് ബി കോമ എയും ആ റിലേഷനകത്ത് കണ്ടെത്താൻ സാധിക്കണം. എന്താണ്? എ കോമ ബി ഒരു റിലേഷനകത്ത് ഉണ്ടെങ്കിൽ തിരിച്ച് ബി കോമ എ എന്ന എലമെന്റും റിലേഷനകത്തുണ്ടെങ്കിൽ നമ്മൾ ആ റിലേഷൻ എന്ത് പറയും? സിമെട്രിക് എന്ന് പറയും. എക്ക് ബിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ തിരിച്ച് ബിക്ക് എയുമായിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ സാധിച്ചാൽ ആ റിലേഷൻ എന്തെന്ന് പറയും? സിമെട്രിക് എന്ന് പറയും. Okay, next third one, a relation R in a set A is said to be transitive if ordered pair A comma B element of R and B comma C element of R implies A comma C element of R. എന്താണ്? ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ഓർഡേർഡ് പെയർ എ കോമ ബി എലമെന്റ് ഓഫ് ആർ, അടുത്ത് ഈ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു എലമെന്റ് ഓർഡേർഡ് പെയർ ബി കോമ സി എലമെന്റ് ഓഫ് ആർ. ഇങ്ങനെയുള്ള രണ്ട് എലമെന്റ് ഉണ്ട് എങ്കിൽ എയും സിയും ആ റിലേഷനകത്ത് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ ആ റിലേഷൻ ട്രാൻസിറ്റീവ് എന്ന് പറയും. എ ബി കോമ ബി സി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ എ കോമ സി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ ആ റിലേഷൻ ട്രാൻസിറ്റീവ് എന്ന് പറയും. മറ്റൊരു സ്പെഷ്യൽ കേസ് ഇവിടെ ഉണ്ട്. ഓർഡേർഡ് പെയർ എ ബി കോമ ഓർഡേർഡ് പെയർ ബി കോമ സി ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള രണ്ട് ഓർഡേർഡ് പെയർ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിലും ക്ലിയർലി ദ ഫംഗ്ഷൻ ഈസ് എന്ത് പറയും? ട്രാൻസിറ്റീവ്. എക്സാമ്പിൾ പറഞ്ഞാൽ കൺസിഡർ ദ റിലേഷൻ ഓൺ ദ സെറ്റ് 1,2,3 ഡിഫൈൻഡ് ബൈ R equal to ഓർഡേർഡ് പെയർ 1,1 2,2 3,3. ഈ റിലേഷൻ ഇത് ക്ലിയർലി റിഫ്ലെക്സീവ് ആണ് അല്ലെ? എല്ലാ എലമെന്റിനും അതിനോട് ബന്ധമുണ്ട്. ക്ലിയർലി ഇത് സിമെട്രിക് ആണ്. 1 1 2 2 3 3 അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അടുത്തത് ക്ലിയർലി ട്രാൻസിറ്റീവ് ആണ്. കാരണം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് പെയർ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ആ റിലേഷൻ എന്ത് പറയും? ട്രാൻസിറ്റീവ് എന്ന് പറയും. സോ അത് ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്. എ റിലേഷൻ R is said to be an equivalence relation if R is reflexive, symmetric and transitive. ഒരു റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതണം? ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. ക്ലിയർലി ദ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്, ക്ലിയർലി ദ റിലേഷൻ ഈസ് സിമെട്രിക്, ക്ലിയർലി ദ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്, therefore it is an equivalence relation. 2 മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ തീർച്ചയായും പഠിച്ച ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും ഓർത്തിരിക്കുക എന്താണ് ഇക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് റിലേഷനുമായി ബന്ധപ്പെട്ട് മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 റിസൾട്ട്. ഒരു റിലേഷനകത്ത് എലമെന്റ് ഒന്നും ഇല്ല എങ്കിൽ അത്തരം റിലേഷനെ എം ടി റിലേഷൻ എന്ന് പറയും. ഒരു റിലേഷനകത്ത് എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു റിലേഷനകത്ത് എ ക്രോസ് എയിലെ എല്ലാ എലമെന്റ്സും ഉണ്ടെങ്കിൽ അതിനെ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയും. അത് വലിയ പ്രാധാന്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ കീ പോയിന്റ്സിൽ ഉൾപ്പെടുത്താത്തത്. സോ ടൈപ്സ് ഓഫ് റിലേഷൻ നിന്ന് 3 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. അത് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ട 1-2 ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഫസ്റ്റ് വൺ, a function f from a to b is 1 1, another name injective if
f of x1 equal to f of x2 implies x1 equal to x2 for all x1, x2 element of A. ഒരു ഫംഗ്ഷൻ 1 എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും ബി എന്ന സെറ്റിലെ വ്യത്യസ്ത എലമെന്റുമായിട്ട് ഇമേജസ് വേണം. എവരി എലമെന്റ് ഇൻ ദ സെറ്റ് എ ഹാസ് ഡിസ്റ്റിങ്ക്ട് ഇമേജസ് ഇൻ ദ സെറ്റ് ബി. then the function is said to be 1 1. എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും ബി എന്ന സെറ്റിലെ വ്യത്യസ്ത എലമെന്റുമായിട്ടാണ് ഇമേജസ് ഉള്ളതെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് പറയും? 1 1 എന്ന് പറയും. അത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ വേണ്ടി ലെറ്റ് f of x1 equal to f of x2 എന്ന് അസ്യൂം ചെയ്യുക, which implies x1 equal to x2 എന്ന് പ്രൂവ് ചെയ്താൽ ആ ഫംഗ്ഷൻ എന്തായി? 1 1. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ പ്രൂഫ് ചോദിക്കും. ലെറ്റ് f of x1 equal to f of x2 implies x1 equal to x2 എന്ന് പ്രൂവ് ചെയ്താൽ ആ ഫംഗ്ഷൻ എന്താണ്? 1 1. A function which is not 1 1 is called എന്താണ്? many 1. ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. Next one, a function f from a to b is onto, another name surjective. If given any y element of b, there exists x element of a such that f of x equal to y. ഒരു ഫംഗ്ഷൻ ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യാൻ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ബി എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും പ്രീ ഇമേജസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലമെന്റിനും പ്രീ ഇമേജസ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഓൺ ടു എന്ന് പറയും. അത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ ലെറ്റ് y എലമെന്റ് ഓഫ് സെക്കൻഡ് സെറ്റ്, രണ്ടാമത്തെ സെറ്റിലെ ആർബിട്രറി ആയിട്ട് ഒരു എലമെന്റ് എടുക്കുക. then there exists another element x in a such that f of x equal to y എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഈ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് മറ്റൊരു എലമെന്റ് എയിൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ ആ ഫംഗ്ഷൻ ഓൺ ടു എന്ന് പറയാം. അതായത് എവരി എലമെന്റ് ഇൻ ദ സെറ്റ് ബി ഹാസ് പ്രീ ഇമേജ് ഇൻ എ എന്ന് പ്രൂവ് ചെയ്താൽ ആ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു. ഒരു ഫംഗ്ഷൻ ഓൺ ടു അല്ല എങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് പറയും? ഇൻ ടു ഫംഗ്ഷൻ എന്ന് പറയും. നെക്സ്റ്റ് വൺ, എ ഫംഗ്ഷൻ f from a to b is on to if and only if range of f equal to codomain of f. on to എന്ന് പ്രൂവ് ചെയ്യാനുള്ള മറ്റൊരു ഡെഫിനിഷൻ, ഒരു ഫംഗ്ഷൻ on to എന്ന് പ്രൂവ് ചെയ്യാൻ റേഞ്ച് ഓഫ് f ഈക്വൽ ടു ഈ ഫംഗ്ഷന്റെ റേഞ്ചും ഈ ഫംഗ്ഷന്റെ കോഡൊമൈനും ഈക്വൽ എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ദ സെക്കൻഡ് സെറ്റ് ബി ഈസ് കോൾഡ് കോഡൊമൈൻ. ഇപ്രാവശ്യം മോഡൽ പരീക്ഷയ്ക്ക് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എ ഫംഗ്ഷൻ f from a to b is on to if and only if range of f equal to set b എന്ന് എഴുതാം, അല്ലെങ്കിൽ കോഡൊമൈൻ ഓഫ് f എന്ന് എഴുതിയാലും മതി. ഓക്കെ, നെക്സ്റ്റ് വൺ, എ ഫംഗ്ഷൻ which is both 1 1 and on to is called bijective function. എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ? എ ഫംഗ്ഷൻ which is both 1 1 and on to is called bijective. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഫംഗ്ഷൻ 1 1 ആണ്, on 2 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 2, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. സോ സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവൽ -1,1, അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -π/2, π/2. അതായത് സൈൻ ഇൻവേഴ്സിന്റെ വാല്യൂ ഈ ഇന്റർവെലിനകത്തായിരിക്കും. -90 മുതൽ +90 വരെയുള്ള വാല്യൂസിനകത്തായിരിക്കും സൈൻ ഇൻവേഴ്സിന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്. -90യും +90യും ഉൾപ്പെടെ അതിനിടയ്ക്കുള്ള വാല്യൂസ് ആയിരിക്കും സൈൻ ഇൻവേഴ്സിന്റെ വാല്യൂസ് ആയിട്ട് വരുന്നത്. സൈൻ ഇൻവേഴ്സിന്റെ വാല്യൂ -1 മുതൽ +1 വരെയുള്ള റിയൽ നമ്പറിന് മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഡൊമൈൻ എന്ന് പറയുന്നത്, ഇത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയും. സോ സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ക്ലോസ്ഡ് ഇന്റർവൽ -π/2, +π/2. Similarly, cos inverse domain closed interval -1,1 and its principal value branch closed interval 0,π. 0ക്കും 180ക്കും ഇടയ്ക്കും 0യും 180 ഉൾപ്പെടെയുള്ള വാല്യൂസ് ആയിരിക്കും കോസ് ഇൻവേഴ്സിന് കിട്ടുന്നത്. ഓക്കെ, സോ കോസ് ഇൻവേഴ്സിന്റെ വാല്യൂ -1നും +1നും ഇടയ്ക്കുള്ളത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. സോ കോസ് ഇൻവേഴ്സിന്റെ വാല്യൂ ക്ലോസ്ഡ് ഇന്റർവൽ 0,πയിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇത് രണ്ടുമാണ് മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ടാൻ ഇൻവേഴ്സ് ഇവിടെ പഠിച്ചാൽ കൊള്ളാം. ടാൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ ക്യാപിറ്റൽ ആർ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, ഇതിൽ ഓപ്പൺ ഇന്റർവൽ കൊടുത്താൽ മതി. ഓപ്പൺ ഇന്റർവൽ -π/2, π/2. കോട്ട് ഇൻവേഴ്സിന്റെ ഡൊമൈൻ ക്യാപിറ്റൽ ആർ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, കോസ് ഇൻവേഴ്സിന് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്താൽ മതി. ഓപ്പൺ ഇന്റർവൽ 0,π.
സോ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള 4 പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് ആണ്. ഇത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. കോസ് ഇൻവേഴ്സിന്റെ വാല്യൂ ഒരിക്കലും എന്ത് വരില്ല, നെഗറ്റീവ് വരില്ല. ആ കണ്ടീഷൻ ഓർത്തിരിക്കുക. ഇനി സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് എന്ത് ചോദിച്ചാലും കാൽക്കുലേറ്ററിൽ കൊടുത്ത് വിത്തിൻ സെക്കൻഡിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. അത് നമ്മുടെ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്. ഇപ്രാവശ്യം 1 വേർഡ് ക്വസ്റ്റ്യൻ ആയി മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചു. എക്സ് എന്ന് പറയുന്നത് ഈ ഇന്റർവെലിനകത്തായിരിക്കണം. ഇപ്പോൾ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു ഡാഷ്. ആൻസർ എന്താണ്, എക്സ്. ചിലപ്പോൾ പബ്ലിക് എക്സാമിനേഷൻ ഇങ്ങനെ ചോദിക്കാം, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തന്നിരിക്കും. കണ്ടീഷൻ എക്സ് എന്തായിരിക്കണം, ക്ലോസ്ഡ് ഇന്റർവൽ -π/2, +π/2 ആയിരിക്കണം. ആ കണ്ടീഷനും ചോദിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമിലർലി കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എക്സ്. എക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0,π ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ്. എക്സ് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ -π/2, π/2 ആയിരിക്കുക. സോ ഇത്രയും മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് മസ്റ്റായിട്ട് പഠിക്കേണ്ട റിസൾട്ട് ആയിട്ടുള്ളൂ. ഈ വർഷം വളരെ സിമ്പിൾ ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിലെ മാർക്ക് സ്കോർ ചെയ്യാൻ തീർച്ചയായും നമ്മുടെ റിവിഷൻ ക്ലാസ് അല്ലെങ്കിൽ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ടാൽ മതി. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 3 മെട്രിസസ്. ഒത്തിരി റിസൾട്ടുകളൊന്നും കാണാതെ പഠിക്കാൻ ഇല്ലാത്ത വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. 1-2 ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ് മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, എ മെട്രിക്സ് ഹാവിംഗ് m റോസ് ആൻഡ് n കോളംസ് then its order is m/n. അല്ലെ, ഓർഡർ എഴുതുമ്പോൾ ആദ്യം റോസിന്റെ എണ്ണം then കോളത്തിന്റെ എണ്ണം എഴുതുക. ഇനി 2 മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ a ഈക്വൽ ടു എക്സ് ആയിരിക്കും, b ഈക്വൽ ടു y ആയിരിക്കും, c ഈക്വൽ ടു z, d ഈക്വൽ ടു w. 2 മെട്രിക്സ് ഈക്വൽ ആകണമെങ്കിൽ they have same order and corresponding elements are equal. ആ റിസൾട്ട് തിയറി യൂസ് ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻസ് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടന്റ് വൺ, ഇഫ് ഓർഡർ ഓഫ് a ഈക്വൽ ടു m/n and order of b equal to n/p, then order of a എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ കണ്ടീഷൻ നിങ്ങൾക്കറിയാം, നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. ഒന്നാമത്തെ മെട്രിക്സിലെ കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിലെ റോയുടെ എണ്ണവും ഈക്വൽ ആയാൽ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇത് ഇൻറ്റു ഇത്, അതായത് m/p ആയിരിക്കും ആൻസർ. ഓർഡർ ഓഫ് എ ബി എന്ന് പറയുന്നത് m/p. ഷോർട്ട് കട്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാം. Next one, a square matrix A is said to be orthogonal if A into A transpose equal to I. ഒരു മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയാൽ ആ മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും, ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയും. ഐഡന്റിറ്റി മെട്രിക്സ് ഒക്കെ നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് വൺ, വെരി ഇമ്പോർട്ടന്റ് വൺ, ഫിഫ്ത് വൺ, എ സ്ക്വയർ മെട്രിക്സ് A is said to be symmetric if A transpose equal to A and skew symmetric if A transpose equal to -A. Condition for symmetric matrices എന്താണ്, A transpose equal to A. Skew symmetric ആകണമെങ്കിൽ A transpose equal to -A ആയാൽ മതി. ഇനി if A and B are symmetric matrices, then AB plus BA is symmetric and AB minus BA is skew symmetric. എയും ബിയും സിമെട്രിക് ആണെങ്കിൽ എ ബി പ്ലസ് ബി എ ഈസ് ഡാഷ് മെട്രിക്സ്, ദാറ്റ് ഈസ് സിമെട്രിക് മെട്രിക്സ്. എ ബി മൈനസ് ബി എ ഈസ് ഡാഷ് മെട്രിക്സ്. ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ ആണ്, 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നെക്സ്റ്റ് വൺ, ഓൾ ദ ഡയഗണൽ എലമെന്റ്സ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ 0. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും, 0. ഇതും 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. A transpose the whole transpose equal to A, AB the whole transpose എന്ന് പറയുന്നത് റിവേഴ്സ് ഓർഡറിൽ എഴുതുക. B transpose into A transpose. A constant K into A the whole transpose equal to K പുറത്തെടുത്തിട്ട് Aക്ക് മാത്രം ട്രാൻസ്പോസ് കൊടുത്താൽ മതി. K into A transpose. ഇത് ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസിൽ ഉള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് മെട്രിസസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 4, ഡിറ്റർമിനന്റ്സ്. ഒരു 2/2 ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടെത്താൻ നിങ്ങൾക്കറിയാം. എ ബി സി ഡി ആണെങ്കിൽ എങ്ങനെയാണ്, അത് ഇവയുടെ പ്രോഡക്റ്റ് A into D മൈനസ് ദെൻ ഇത് ഇൻറ്റു ഇത് B into C. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/2 ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടെത്താം. സിമിലർലി 3/3 നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. മസ്റ്റ് ആയിട്ട് അത് പഠിക്കുക. നെക്സ്റ്റ് വൺ, ഇഫ് ഓർഡർ ഓഫ് A ഈക്വൽ ടു n/n then determinant K ഈക്വൽ ടു ഈ K ഡിറ്റർമിനന്റ് പുറത്തു വരുമ്പോൾ എന്ത് വരും ആൻസർ, K raised to n into determinant A.
ഇതിന്റെ വെരിഫിക്കേഷൻ ഇപ്രാവശ്യം മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചു, ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓർഡർ ഓഫ് എ 3/3 then ഡിറ്റർമിനന്റ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? k cube into determinant A. Next one, important one. A square matrix A is said to be singular if എന്താണ് കണ്ടീഷൻ? ഡിറ്റർമിനന്റ് A equal to 0. ഒരു സ്ക്വയർ മെട്രിക്സ് സിംഗുലാർ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം? 0. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ എന്ത് പറയും? നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയും. നെക്സ്റ്റ്, what is adjoint? The transpose of cofactor matrix is called adjoint of a matrix. ഒരു മെട്രിക്സിലെ ഓരോ എലമെന്റിന്റെയും കോഫാക്ടേഴ്സ് കണ്ടെത്തുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് കോഫാക്ടർ മെട്രിക്സ്. അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്. അഡ്ജോയിന്റ് കാണാൻ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യനിലും റിവിഷൻ ക്ലാസ്സിലും അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് 5th one, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എ ഇൻറ്റു അഡ്ജ് ഈക്വൽ ടു അഡ്ജ് എ ഇൻറ്റു എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. എ ഇൻറ്റു അഡ്ജ് ഈക്വൽ ടു എന്താണ്? ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. നെക്സ്റ്റ് വൺ, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. ഇഫ് ഓർഡർ ഓഫ് എ n by n then ഡിറ്റർമിനന്റ് അഡ്ജ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ റൈസ് ടു n minus 1. If order of A 3/3 then determinant adj equal to dash. എന്താണ് ആൻസർ? ഡിറ്റർമിനന്റ് A raised to 2. നെക്സ്റ്റ്, ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. A ഇൻവേഴ്സ് കാണുന്ന ഫോർമുല adj A by determinant A where determinant A not equal to 0. ഒരു മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിൽ മാത്രമേ A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ചിലപ്പോൾ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, A ഇൻവേഴ്സ് എക്സിസ്റ്റ് only if dash determinant A not equal to 0. നെക്സ്റ്റ്, സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനുമായി ബന്ധപ്പെട്ട 1-2 ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഫസ്റ്റ് വൺ, എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഹാവ് ഓൺലി വൺ സൊല്യൂഷൻ ഓർ യുണീക് സൊല്യൂഷൻ then what is the condition? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന് ഓൺലി വൺ സൊല്യൂഷൻ ആണ് ഉള്ളതെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. ആ യുണീക് സൊല്യൂഷൻ കാണുന്ന ഫോർമുല ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഒരു ലീനിയർ ഇക്വേഷന്റെ കോഎഫിഷ്യൻസ് എടുത്തെഴുതുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ദാറ്റ് ഈസ് കോൾഡ് എന്താണ്? എ കോഎഫിഷ്യന്റ് മെട്രിക്സ്. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് മെട്രിക്സ്. ആ ഇക്വേഷനിലെ കോൺസ്റ്റൻസ് കോളമായിട്ട് എഴുതുക, കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക, അപ്പോൾ കിട്ടുന്നതാണ് ബി. ഈ എ ഇൻവേഴ്സും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്യാപിറ്റൽ എക്സ്. Next one, a system of equation has one or more solutions then the system is said to be consistent. System of linear equation solution ഉണ്ട് എങ്കിൽ ആ സിസ്റ്റം കൺസിസ്റ്റന്റ് എന്ന് പറയും. സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല എങ്കിൽ ആ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് x1, y1, x2, y2 and x3, y3 are the vertices of a triangle then its area. ഒരു ട്രയാംഗിളിന്റെ 3 വെർട്ടിസസ് എന്നാൽ അതിന്റെ ഏരിയ കാണുന്ന ഫോർമുല ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ്. ഫസ്റ്റ് കോളത്തിൽ എക്സ് കോർഡിനേറ്റ്സ് x1, x2, x3. സെക്കൻഡ് കോളത്തിൽ y കോർഡിനേറ്റ്സ് y1, y2, y3, 1, 1, 1. സോ ഏരിയ ഓഫ് ട്രയാംഗിൾ കാണുന്ന ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് വൺ, 3 points x1, y1, x2, y2 and x3, y3 are collinear. ഒരേ ലൈനിൽ ലൈ ചെയ്യുന്ന പോയിന്റ്സിനാണ് കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയുന്നത്. 3 points കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യാൻ ഏരിയ ഓഫ് ട്രയാംഗിൾ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ദിസ് കണ്ടീഷൻ. ഡിറ്റർമിനന്റ് x1, x2, x3, y1, y2, y3, 1, 1, 1 ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ ഇത്രയുമാണ് ഡിറ്റർമിനന്റ്സ് എന്ന ചാപ്റ്ററിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കീ പോയിന്റ്സ്. നെക്സ്റ്റ് വൺ, ചാപ്റ്റർ നമ്പർ 5, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് കണ്ടിന്യൂറ്റി. എ ഫംഗ്ഷൻ f of x is said to be continuous at x equal to a if limit x tending to a f of x equal to f of a. ഇതാണ് സിമ്പിൾ ഡെഫിനിഷൻ. ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് പറയാം. ഒരു ഫംഗ്ഷൻ x equal to a എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, f of a ഡിഫൈൻ ചെയ്യണം, ഫൈനലി ലിമിറ്റ് ഈക്വൽ ടു f of a. അതിനെ ചുരുക്കി ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഒരു ഫംഗ്ഷൻ
എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പ്രൂവ് ചെയ്യാൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് പ്രൂവ് ചെയ്താൽ മതി. എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് എയുടെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. എന്നാൽ എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ഗിവ് ആൻ എക്സാമ്പിൾ. സ്ഥിരം ചോദിക്കാറുണ്ട്. നമുക്കറിയാം മോഡ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അപ്പൊ ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എ ഫംഗ്ഷൻ വിച്ച് ഈസ് കണ്ടിന്യൂസ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് ചോദിച്ചാൽ മോഡ് എക്സ് എഴുതാം, മോഡ് എക്സ് പ്ലസ് 1 എഴുതാം, മോഡ് എക്സ് പ്ലസ് 2, മോഡ് എക്സ് മൈനസ് 1. ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് ഇയർ നമുക്ക് പഠിക്കേണ്ട റിസൾട്ടുകൾ മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ട ബേസിക് ഫോർമുലാസ് കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കുക. അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കീ പോയിന്റ്സിൽ. അത് മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഇവിടെ ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x, എ റൈസ് ടു എക്സ്, എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. എ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ, 2 റൈസ് ടു എക്സ്. എന്തായിരിക്കും ആൻസർ? 2 റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് 2. ഓക്കെ. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ, 1/√1 മൈനസ് എക്സ് സ്ക്വയർ. ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ഇതിൽ മൈനസ് കൊടുത്താൽ മതി, -1/√1 മൈനസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ കോട്ട് ഇൻവേഴ്സ് എക്സ് എന്തായിരിക്കും? -1/1 പ്ലസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് 1/x ഇൻറ്റു √x സ്ക്വയർ മൈനസ് 1. ഇവിടെ മോഡുലസ് കൊടുത്ത് എഴുതുന്നതാണ് പെർഫെക്റ്റ് ആൻസർ. ഇത് എഴുതിയാലും മാർക്ക് കിട്ടും. d/dx ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് 1/x ഇൻറ്റു √x സ്ക്വയർ മൈനസ് 1. കൊസീക്ക് ഇൻവേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും? -1/x ഇൻറ്റു √x സ്ക്വയർ മൈനസ് 1. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. അതിൽ ഫോർമുലാസ് ഒന്നും തന്നെ ഇല്ല. ചെയിൻ റൂൾ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സിൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. ലോഗരിതമിക് ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് 1-2 റിസൾട്ടുകൾ അറിയേണ്ടതുണ്ട്. അതാണ് അടുത്ത് നമ്മൾ കീ പോയിന്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലോഗ് എക്സ് റൈസ് ടു എം ഈക്വൽ ടു എങ്ങനെ എഴുതാം? പവർ ഇൻറ്റു എം ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതാം. വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. ഇത് നമ്മൾ ഒത്തിരി സ്ഥലത്ത് യൂസ് ചെയ്യും ലോഗരിതമിക് ഡിഫറൻസിയേഷനിൽ. ലോഗ് എക്സ് റൈസ് ടു എം എങ്ങനെ എഴുതാം? എം ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതാം. ഇ റൈസ് ടു ലോഗ് എക്സ് അതിന്റെ വാല്യൂ എക്സ്. ഇ റൈസ് ടു ലോഗ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? എക്സ് ക്യൂബ്. അതും കാണാതെ പഠിക്കുക. നെക്സ്റ്റ് ലോഗ് എ ഇൻറ്റു ബി ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ ബൈ ബി ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് ആണ്, ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ് പാരാമെട്രിക് ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ഫോർമുല. If x equal to a function of t, y equal to another function of t, g of t, then dy by dx equal to dy by dt by dx by dt. പാരാമെട്രിക് ഡിഫറൻസിയേഷൻ തിരിച്ചറിയാൻ എളുപ്പമാണ്. x equal to a function of t, y equal to another function of t, then find dy by dx എന്ന് ചോദിച്ചാൽ ഉടൻ ഫോർമുല എഴുതണം. dy by dx equal to dy by dt by dx by dt. ഇത് ഫംഗ്ഷൻ ഓഫ് തീറ്റ ആണെങ്കിൽ ഫോർമുല എങ്ങനെ വരും? dy by dx equal to dy by d theta by dx by d theta. Finally, d square y by dx square, second order derivative notation. അത് കാണുന്ന ഫോർമുല d by dx of dy by dx. Derivative of first derivative is called second derivative. ഒരു ഫംഗ്ഷന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ ആ ഫംഗ്ഷനെ 2 times ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ. സോ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ബേസിക് ഡിഫറൻസിയേഷനും അതോടൊപ്പം തന്നെ ഈ ഫോർമുലാസും അറിയാമെങ്കിൽ ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 6, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y with respect to x is called dy by dx. The rate of change of capital A, area, with respect to radius എന്ന് പറഞ്ഞാൽ എന്താണ്? dA by dr. The rate of change of volume with respect to time എന്ന് പറയുന്നത് എന്തായിരിക്കും? dv by dt. അതായത് y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടാകുന്ന ചേഞ്ച് with respect to x, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? dy by dx എന്ന് എഴുതാം. ഇത് ഈ ഒരു ആശയം യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കും. സർക്കിളിന്റെ ഏരിയ πr²,
സർക്കിളിന്റെ സർക്കംഫറൻസ് 2πr, ആ ഫോർമുല അറിയണം. അടുത്ത് ക്യൂബിന്റെ വോളിയം, ഒരു സൈഡ് എക്സ് ആണെങ്കിൽ വോളിയം എക്സ് ക്യൂബ്, സർഫസ് ഏരിയ 6x². റെക്ടാംഗിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, റെക്ടാംഗിളിന്റെ പെരിമീറ്റർ 2l + 2b. ഇത്തരത്തിലുള്ള സിമ്പിൾ ഫോർമുലാസ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതുപോലെ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി റവന്യൂ ഓഫ് എ പ്രോഡക്റ്റ് R of X എന്ന് തന്നിരുന്നാൽ മാർജിനൽ റവന്യൂ കാണുന്ന ഫോർമുല dr/dx. അതേപോലെ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് C എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് കാണുന്ന ഫോർമുല dc/dx. ഇതൊക്കെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. സ്പിയറിന്റെ വോളിയം കാണുന്ന ഫോർമുല 4/3πr³, സ്പിയറിന്റെ സർഫസ് ഏരിയ 4πr². ഇതൊക്കെ അറിഞ്ഞിരിക്കണം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചെയ്യുവാൻ. Next, a function f of x is increasing if first derivative greater than or equal to 0 for all x element of R. എന്താണ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പോസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. എ ഫംഗ്ഷൻ f of x is strictly increasing എന്ന് പറഞ്ഞാൽ f'(x) ഗ്രേറ്റർ ദാൻ 0 ഈക്വൽ ടു വരത്തില്ല. അപ്പൊ സ്ട്രിക്ട്ലി മീൻസ് ഈക്വൽ ടു വരത്തില്ല, പോസിറ്റീവ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. Next, a function f of x is decreasing if f'(x) less than or equal to 0. f'(x) നെഗറ്റീവോ ഈക്വൽ ടു 0 ആയാൽ ആ ഫംഗ്ഷൻ എന്ത് പറയും? ഡിക്രീസിംഗ് എന്ന് പറയും. എന്നാൽ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ f'(x) ജസ്റ്റ് ലെസ് ദാൻ 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, മാക്സിമ ആൻഡ് മിനിമയുമായി ബന്ധപ്പെട്ട സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, വെരി ഇമ്പോർട്ടന്റ് വൺ. ലെറ്റ് f be a function defined on an interval I and a element of I, then x equal to a is a local maxima. ഒരു ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ തരുന്ന പോയിന്റ്, that is called local maxima. x equal to a എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമ ആകണമെങ്കിൽ ആ പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം, ആ പോയിന്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ് ആ പോയിന്റ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടിയാൽ ആ പോയിന്റ് എന്താണ്? ലോക്കൽ മാക്സിമ. ഈ പോയിന്റ് എടുത്ത് നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ എഫിൽ കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടും ആ ലൊക്കാലിറ്റിയിലുള്ളത്. നെക്സ്റ്റ്, x equal to a is a local minima if f'(a) equal to 0 and f'(a) greater than 0. അപ്പോൾ ഒരു പോയിന്റ് ലോക്കൽ മിനിമ എന്ന് പറയണമെങ്കിൽ ആ പോയിന്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ 0 കിട്ടണം. സിമിലർലി സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടണം? പോസിറ്റീവ് കിട്ടണം. പോസിറ്റീവ് കിട്ടിയാൽ ലോക്കൽ മിനിമ. ഈ എ എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആ പോയിന്റ് എന്താണ്? 0 ആകണം അല്ലെ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആ പോയിന്റ് 0 കിട്ടുകയാണെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ എന്ത് പറയും? ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ്. ഇത്രയുമാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ ഈ വർഷം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ്. സോ +2 മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് 2 എണ്ണമുണ്ട്. അതിൽ പാർട്ട് 1-ലെ 6 ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ് ആൻഡ് ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഉടൻ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 2-ലെ ഇമ്പോർട്ടന്റ് റിസൾട്ട്സുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.